ഹലോ ഗൈസ്, ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമ വലതുവശത്തെ കളർ ദൃശ്യം 3ക്ക് മുന്നേറുന്ന തൊട്ട് മുന്നിലെ സിനിമ. അപ്പോൾ ആ ഒരു ഹൈപ്പ് കുറക്കാനോ എല്ലാവരും തിരക്കിൻ്റെ ഇടയ്ക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സിനിമ ആയിരിക്കും എന്നൊരു പേടി എനിക്കുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഫാക്ടർ പറഞ്ഞെങ്കിൽ ജോജു ആൻഡ് ബിജു മേനോൻ, മലയാളത്തിലെ ഫൈനസ്റ്റ് പെർഫോമൻസ്. ജിത്തു ജോസഫിന്റെ ഏത് സിനിമയായാലും നമുക്കൊരു മിനിമം ഒരു ഗ്യാരണ്ടി പ്രതീക്ഷിക്കാം എന്തായാലും. അത് പിന്നെ നമുക്ക് കുറച്ച് ഡിസപ്പോയിന്റ് ആയത് ലാസ്റ്റ് ആസിഫ് അലി ആയിട്ട് വന്നിട്ടില്ലേ മറ്റേ മിറാഷ്, ആ ഒരു പടത്തിലായിരുന്നു. പക്ഷെ അതും ആ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഓവർ ട്വിസ്റ്റുകളും പരിപാടിയിലായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പടം അത്ര ഇറക്കാവാഞ്ഞ്. പക്ഷെ അത് വലിയ കുഴപ്പമുണ്ടായിട്ട് ഒരു ആവറേജ് ലെവലിൽ പെടുത്താൻ പറ്റുന്നത്. എങ്ങനെ നമുക്കൊരു ഡീസന്റ് വാച്ചിലെ പടം ജിത്തു ജോസഫ് തരും. അതേപോലെ തന്നെ ഈ പടത്തിൽ ആ പ്രതീക്ഷ ഒട്ടും കളയാണ്ട് തന്നെ ഒരു പക്ക ജിത്തു ജോസഫ് പടം, നമുക്ക് ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ രീതിയിൽ ഈ പടം അടിപൊളിയായിട്ട് എടുത്ത് പടത്തിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പടത്തിന്റെ സ്റ്റോറിയിലേക്ക് എൻട്രി ചെയ്യാം നറേഷൻ. അതിനുശേഷം പിന്നെ നറേഷൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലാണ്. ഒരു ക്രൈം നടക്കുന്നത്, ഒരു സംഭവം, ഒരു ഇവന്റ് നടക്കുന്നത്, ആ ഇവന്റ് പിന്നെ അൺഫോൾഡ് ആവുന്നത്. അങ്ങനെ ആ ഇവന്റിന്റെ ഓരോ കാര്യങ്ങളെ കൂടിയാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫിനൊക്കെ പ്രശ്നം തോന്നിയത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്ത് കൂടുതൽ ഉണ്ടായോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ നമുക്കത് ബോറടിക്കില്ല. ലെങ്ത് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ ആ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിന്റെ ആ ഇന്റർവെൽ പോർഷൻ ആവുന്ന സമയത്ത് ഒരു കിഡിലെ സാധനം ജിത്തു ജോസഫ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഇന്റർവെൽ പോർഷനിൽ നമ്മളാ ഫുൾ ഇത് സംഭവം നൈസായിട്ടുണ്ടല്ലോ എന്നുള്ള രീതി നമുക്ക് തോന്നും. ആ ഒരു ഗൂസ്ബം മൊമെന്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫിന്റെ ആ ഇന്റർവെൽ പോർഷന്റെ സമയത്ത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫും പടം മൊത്തത്തിൽ നൈസായി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ, കുറേ ക്ലൂസ് ആയിട്ട് ഒരു ക്രൈം കണ്ടുപിടിക്കുന്നതാണ് സ്റ്റോറി. പക്ഷെ ആ ക്രൈം കണ്ടുപിടിക്കുന്നതിൽ കൂടി ഇഷ്ടംപോലെ ക്ലൂസ് പറയുന്നുണ്ട്. ആ ഇന്ന ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് അത് ഇന്ന ആളെ നമ്പറാണ്. അങ്ങനെ കുറേ ആൾക്കാരുടെ പേര്, കുറേ ആൾക്കാരുടെ നമ്പർ, കേസ് നമ്പർ, ഇതിലത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്നെല്ലാം പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഉണ്ട് ജിത്തു ജോസഫിന്റെ പരിപാടി. പക്ഷെ ആ പരിപാടി കുറച്ച് ഓവറായതിനോ വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്കത് കുറച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായി. കാരണം കുറേ ക്ലൂ വരുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ മനസ്സിലാവാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് ആവുന്ന സമയത്ത് മൊത്തത്തിൽ ക്ലിയർ ആയി, അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ഒരു തിയേറ്ററിൽ പോയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ് പടം. ഇതിലത്തെ ആക്ടേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ജോജു ജോർജ്, ബിജു മേനോൻ, പിന്നെ ലെന, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും അവർക്ക് കിട്ടിയ ആ ഒരു ജോബ്, ആ റോള് കിഡിലിനായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറ്റുകയാണെങ്കിൽ പോയി കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.